വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഈസി ഫിഷ് കറി റെസിപ്പിയാണ്. അതിനായി മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ദശ കട്ടിയുള്ള ഏത് മീൻ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. അതിലേക്ക് കുറച്ച് വേപ്പില, 4 പച്ചമുളക്, 2 തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു ചെറിയ തക്കാളിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച വെള്ളം എന്നിവ ആവശ്യമായിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കുന്നതിനായി ഒരു മുറി നാളികേരം, 8-10 ചുവന്നുള്ളി, 4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ പെരുംജീരകം എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, പെരുംജീരകം എന്നിവ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അളവ് കൂടി പോകരുത്. ഇനി കറി താളിക്കുന്നതിന് കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും എടുത്തു വച്ചിട്ടുണ്ട്. നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. നാളികേരം അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റായി തന്നെ അരച്ചെടുക്കണം. തരിതരിപ്പായി അരച്ചെടുത്താൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അരച്ച നാളികേരവും തക്കാളിയും പച്ചമുളകും വേപ്പിലയും കൈവച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പുളിവെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കറി പാകത്തിനാക്കിയെടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കറി നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ച് കൊടുത്ത് കറി പാകത്തിന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് മീൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറി നന്നായി തിളച്ച് ചാറ് കുറുകി വരുന്ന സമയത്ത് മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. മീൻ വെന്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് പാകത്തിന് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേപ്പില കൂടി ആഡ് ചെയ്യാം. ഉള്ളിയെല്ലാം ചെറുതായി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ ഉള്ളിയും ആ ഒരു രീതിയിൽ ആയി വരുന്ന സമയത്ത് മാത്രം വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒരുപാട് വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി ഈ കറിയിൽ ചേർക്കുന്നില്ല. ക്വിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.